ആയിനും തൊണ്ടും പരിശുദ്ധ്രോഹായിക സ്തുതി ആദ്യം മുതൽ ഇന്ന് വന്നേക്ക് തന്നെ ആമീൻ. മെട്രോ ഫെയ്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പറമ്പ് ഇടവയിലെ ആലുക്കൽ കോറപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ പറയുന്നത് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ആരും എല്ലാത്തിനും പൂർണ്ണരല്ല. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, കർത്താവിൻ്റെ രക്തം, അവൻ രക്തം ചൊരിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഞാൻ ഈയിടെ ഒരു വീഡിയോ ഉണ്ടായി. അതൊരു പാരഡൈസ് ഓഫ് ജേക്കബ് എന്ന ഒരു പേജിലാണ്, യൂട്യൂബിൻ്റെ. ഈ പാരഡൈസ് ഓഫ് ജേക്കബ് എന്നുള്ള എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്, യാക്കോബ് കണ്ട ആ ഗോഡിയെ ഉദ്ദേശിച്ചാണോ അദ്ദേഹം പറയുന്നത്? ഗോഡിയുടെ മുകളിൽ പടി സ്വർഗത്തിൻ്റെ വാതിലാണ് എന്നാണ് സങ്കല്പം. അച്ഛൻ ദർഗായിൽ കയറിയിരിക്കുമ്പോൾ യാക്കോബ് കണ്ട ഗോഡിയുടെ ഏറ്റവും മുകളിലത്തെ പടിയിലാണ്. പിന്നെ അവിടെ ദൈവത്തിൻ്റെ സിംഹാസനവും ഒക്കെയാണ്. അതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അബ്രഹാമിൻ്റെ പറുദീസായി, യാക്കോബിൻ്റെ പറുദീസായി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്തെ പറ്റി നമ്മളങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഏതിൻ്റെ പറുദീസായി എന്ന് പറയും, ഏതൻ തോട്ടം. അബ്രഹാമിൻ്റെ മടി എന്ന് പറയുന്നതും ഏതിൻ്റെ പറുദീസായി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പഴയ നിയമത്തിൽ മരിച്ചവരൊക്കെ പാതാളത്തിലാണ് അടയ്ക്കപ്പെട്ടത്. അവിടെ പാതാളത്തിൽ രണ്ട് നിരയുണ്ട്. മുകളിലത്തെ നിര നീതിമാന്മാർക്കും താഴത്തെ നിര ദുഷ്ടന്മാർക്കും. കർത്താവിൻ്റെ മരണശേഷം പാതാളത്തിൽ ചെന്നു, അവരോട് സുവിശേഷം അറിയിച്ചു. അവരെ ഏതിൻ്റെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോയി. കർത്താവിൻ്റെ മരണശേഷം ആത്മാവ് ചെന്നു. അപ്പോൾ ഒരു പെന്തക്കോസ്തുകാരൻ ചോദിക്കും, പാതാളത്തിൽ പോയിട്ടില്ല, പാതാളത്തിന് അവരെ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല എന്നൊക്കെയല്ലേ വ്യവസ്ഥയിലുള്ളത്. പാതാളത്തിൽ ചെന്നിട്ടോട്ട് പിടിച്ചു വയ്ക്കാൻ അതവർക്കറിയില്ല. പല പ്രാവശ്യം ചോദിക്കും, ഞാനും അതിനൊന്നും മറുപടി പറയുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, എൻ്റെ വാക്യവും പറഞ്ഞു കൊടുത്തു. അത് മനസ്സിലാക്കാനുള്ള അവർ കഴിവില്ല. പിന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, പാതാളത്തിൽ കർത്താവ് പോയിട്ടില്ല. യോന അയ്യം വിളിച്ചു, മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നു. അയ്യോ, ഞാൻ പാതാളത്തിലാക്കപ്പെട്ട പോലെ തോന്നുന്നു. പഴയ നിയമ കൺസെപ്റ്റുകളൊക്കെ അങ്ങനെയാണ്. പിന്നെ പാലത്തെ പറ്റി ഞാൻ ഇതിന് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നത് ഈ അല്പജ്ഞാനം അപകടം ഉണ്ടാകും. കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ, തിയോളജി പഠിക്കാതെ ഉണ്ട്. ഞാനെല്ലാം പഠിച്ചു എന്നല്ല, ആർക്കെല്ലാം പഠിക്കാനും പറ്റില്ല. ഒരു സാമാന്യ ജ്ഞാനം തിയോളജിയെ പറ്റി ഇല്ലാതെ കൊണ്ട് വേദോസ്തല വാക്യങ്ങൾ പറ്റിയിട്ട് പറഞ്ഞിട്ട് അത് അങ്ങനെയുണ്ട് ഇങ്ങനെയാണ് ഒരു വാചകം മാത്രം പറയും. അപ്പം മറ്റു വാചകങ്ങളെ പറ്റി ശ്രദ്ധിക്കില്ല. സമഗ്രമായി വേദപുസ്തകം പഠിച്ചിട്ട് വേണം ഒന്ന് തെറ്റാണെന്ന് പറയാൻ. മനസ്സിലാകുന്നു? ചിലരത് യഹോവ പിശാചാണെന്ന് പറയും, നരകമില്ല എന്ന് പറയും. ഇപ്പോൾ യഹോവ പിശാചല്ല, നരകമുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഇട്ടുപച്ച് മണ്ണൊക്കെ തെറ്റാണെന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്നവർ നമുക്കെന്ന് പറയാം. അതുകൊട്ടെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ഒരു CSI അച്ഛനാണെന്നാണ്. ശരിയായിരിക്കട്ടോ, എനിക്കറിയില്ല. എപ്പോഴും എന്നോട് വേറൊരാൾ പറഞ്ഞതാണ്. പിന്നെ അദ്ദേഹം ചിലപ്പോഴൊക്കെ ഈ അപ്പോക്രീഫ പുസ്തകങ്ങളെ പറ്റിയാണ് പറയുന്നത്. കാനോനികമല്ലാത്ത പുസ്തകങ്ങളെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞ് ഇതാണ് സത്യവിശ്വാസം എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക. എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് അത് വിശ്വാസമായിരിക്കും. കാനോനികമല്ലാത്ത പുസ്തകങ്ങളിൽ ഇതിൻ്റെയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചില സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, വേറൊരു പേജിൽ പറയുന്നുണ്ട്, യഹോവ തന്നെയാണ് യേശു. അപ്പോൾ CSIക്കാർ മോഡലിസത്തിലാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്ക് സംശയം. നമുക്ക് അതില്ല, യഹോവ തന്നെ അല്ല യേശു, യഹോവയുടെ പുത്രനാണ് യേശു, യഹോവയിൽ നിന്ന് ജനിച്ചവരാണ് യേശു. യഹോവ തന്നെ മനുഷ്യാവതാരം എടുത്തൊന്നും അല്ലത്.
ഇപ്പോൾ വിശുദ്ധ തൃത്വത്തെ പറ്റി ഒരു അവബോധമില്ല. അദ്ദേഹം നാളുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നടന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ല, അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല, ആർക്കും അത് അറിയാൻ പാടില്ല, ഞാനത് പറഞ്ഞുതരാം. ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ, വീഡിയോ കാണാനായിട്ട് എല്ലാവർക്കും ആവശ്യമായി. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കേൾക്കണമെന്ന്. ചിലതൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കേൾക്കാറുണ്ട്, ചിലതൊക്കെ തന്നാറുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലത് പണ്ടത്തരാ വിളിച്ച് പറയുന്നത്. കാനോരികം അല്ലാതും പറയുന്നുണ്ട്, പക്ഷെ പിന്നെ അദ്ദേഹം പറയണത് അത് അങ്ങനെ സംഭവം ഉണ്ടായി. അദ്ദേഹം പറയുന്നത് ക്രൂശിൽ തൂക്കി കർത്താവ് മരിച്ചു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ നന്നായിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളാരും അറിയാത്തൊരു സംഭവം നടക്കും. കർത്താവിൻ്റെ മരണശേഷം ഒരു റോമൻ പടയാളി കർത്താവിൻ്റെ ഹൃദയഭാഗത്ത് കുത്തിയില്ലോ. അപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. ആ സമയത്ത് വേറൊരു അത്ഭുതം നടന്നു. അവിടെ രക്തവും വെള്ളവും, മരിച്ച ശരീരത്തിൽ നിന്ന് രക്തവും വെള്ളവും വരുമോ എന്നാണ് ശാസ്ത്രം കൂടി പറയുന്നത്. അതൊക്കെ ശരിയാണ്. അവിടെ രണ്ട് മാലാഖമാർ, ഗബ്രിയേൽ മാലാഖയും ഊരിയേൽ മാലാഖയും. ഊരിയേൽ മാലാഖ അങ്ങനെ ഒരു പേര് വേദപുസ്തകത്തിൽ ഇല്ലാത്ത അദ്ദേഹം പറഞ്ഞത്. 7 പ്രധാന മാലാഖമാരിൽ പെടാത്ത ഒരാളാണ്. ഊരിയേൽ എന്നും പറയാം, യൂരിയേൽ എന്നും പറയാം. ഈ 2 മാലാഖമാരും വന്ന് അവരുടെ ചിറക് കൊണ്ട് ഒരു പാത്രത്തിൽ, ആ പാത്രം അഗ്നിവാഹകൻ, അഗ്നിപാത്രം എന്ന് പറഞ്ഞാൽ തീയണ്ണുണ്ടൊരു പാത്രം ഉണ്ടാക്കി, അത് ഇതിനു വേണ്ടി പാത്രം ഉണ്ടാക്കിയൊരു പാത്രമുണ്ട്. ഈ ഊരിയേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നിവാഹകൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നു. ഗബ്രിയേൽ മാലാഖ പിന്നെ നമുക്കറിയാം. അപ്പം ഈ സംഭവങ്ങൾ പറയുന്നത് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ അതുണ്ടെന്നാണ് പറയുന്നത്. വാമൊഴിയായി അവർക്ക് ലഭിച്ചതെന്ന് പറയുന്നു. ഈ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ, എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ. അപ്പോൾ അത് അറിയണമെന്നൊന്നും കൂടുതൽ എനിക്ക് താല്പര്യമായി. അപ്പം ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് ഇത്രേ ഉള്ളൂ. ഈ മാലാഖമാർ 2 വന്ന് കർത്താവിൻ്റെ മുറിവിൽ നിന്ന്, കുന്തം കൊളുത്തിയ മുറിവിൽ നിന്ന് ആ രക്തവും വെള്ളവും വലിച്ചെടുത്തു. അതിൻ്റെ ഒരു ചിറകുകൊണ്ട് വലിച്ചെടുത്ത് ഈ അഗ്നിപാത്രത്തിൽ ശേഖരിച്ചു. അതും വഹിച്ചുകൊണ്ട് അവർ പറന്നുപോയി. മലയും കടലൊക്കെ താണ്ടി സമതല പ്രദേശത്ത് നിന്നു. അത് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ പരിധിയിലുള്ള ആ സമതല പ്രദേശത്ത് നിന്നു. അതവിടെ ഒഴിച്ചു. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് ശേഖരിച്ച രക്തവും വെള്ളവും ആ സമതല പ്രദേശത്ത് ഒഴിച്ചു. മൈലുകൾ താണ്ടിയാണ്, ഏകദേശം 1000 മൈലോളം വരും എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. മലയാളമാർക്ക് പറഞ്ഞാൽ വിഷമമല്ലോ. നേരെ വളരെ ബുദ്ധിമുട്ടി പറഞ്ഞാണ് അവിടെ എത്തിയത്. ആ പ്രദേശത്ത് ഒഴിച്ചും ആ പ്രദേശം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു. പിന്നെ അവിടെ പള്ളികളും തയ്യാറാകളും ഉയർന്നു വന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ. അപ്പോൾ എത്യോപ്യൻ സഭയുടെ വളർച്ചയ്ക്ക് ഇത് വളരെ മുഖാന്തരമായിട്ട് ഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ചോദ്യം, ഈ എത്യോപ്യൻ സഭയ്ക്ക് വേണ്ടി മാത്രം ദൈവം ഇങ്ങനൊരു പ്രത്യേക കരുതൽ ചെയ്തെന്നു? പിതാവ് അറിയാണ്ട് മാലാഖമാർ വരില്ല, പിതാവ് അയക്കേണ്ട മാലാഖമാർ വരുള്ളൂ. സ്വർഗത്തിൽ അവർക്ക് തോന്നണമെന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. പിതാവ് പറയുന്നിടത്ത് അവൻ പറയുന്ന രൂപം ധരിച്ചാണ് മാലാഖമാർ പിതാവിൻ്റെ സന്ദേശം ജനത്തെ അറിയിക്കുന്നത്, ഈ ഭൂമിയിലുള്ളവരെ അറിയിക്കുന്നു, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ അറിയിക്കുന്നു. ആ ദൈവം അങ്ങനെ ഒരു പക്ഷഭേദം ചെയ്താലെന്ന് മനസ്സിലാവുള്ളൂ. മറ്റൊന്ന്, ഈ രക്തം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അത് അച്ഛൻ മനസ്സിലാക്കിയിട്ടുണ്ടോ?
മനുഷ്യൻ്റെ പാപമോചനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, നിലത്ത് കയറാനുള്ളതല്ല. ഒരിക്കലുമല്ല. അവനവൻ്റെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുത്തു. ആർക്കാ? പിതാവിനല്ലാണ്ട് സാത്താനല്ല. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. ആ സമയത്ത് സാധാരണമായുള്ള നല്ല പോരാട്ടമാണ് അവിടെ നടന്നത്. സൂര്യൻ അവൻ്റെ കിരണങ്ങളെ മറച്ചു കളഞ്ഞു. ഇത് കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റിയില്ല. സൃഷ്ടിയായ സൂര്യനാണ്. യേശുവിൻ്റെ പൂർണ്ണ നഗ്നത കണ്ടിട്ട് അവന് സഹിക്കാൻ പറ്റിയില്ല. അവൻ്റെ പോരാട്ടം, യുദ്ധം, പിശാചിനോടുള്ള യുദ്ധം. 9 മണി നേരത്ത് അവൻ യുദ്ധം ജയിച്ചു. അവൻ അലറി വിളിച്ചു, എൻ്റെ ആത്മാവിനെ ദൈവമേ ഞാൻ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. അലറി വിളിച്ചത് സങ്കടം കൊണ്ടൊന്നുമല്ല, സന്തോഷം കൊണ്ടാണ്. വിജയത്തിൻ്റെ അട്ടഹാസമാണ്. ക്രൂശിലെ വിജയത്തിൻ്റെ അട്ടഹാസം. ആ രക്തം മനുഷ്യൻ്റെ പാപമോചനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യോഹന്നാൻ 1:7 പറയുന്നു, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെ വിളവ് ഉള്ളു കിട്ടുന്നു, അവിടെ കെട്ടിടം പണിയുന്നു എന്നൊന്നും വേദോസത്തിൽ പറഞ്ഞിട്ടില്ല. കാനോനികമല്ലാത്ത പുസ്തകങ്ങളുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്കുടെ ഇടയിൽ പരസ്യമായിട്ട് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ്. ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു, നിങ്ങൾക്കറിയില്ല, ഞാൻ പറയാം എന്നൊക്കെ പറയുമ്പോൾ, ഒരച്ഛൻ പറയുമ്പോൾ ആധികാരികമായിട്ടല്ല ജനം എടുക്കേണ്ടത്. അച്ഛൻ്റെ തെറ്റായ വിശ്വാസങ്ങളെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനാണ്. അല്ലെങ്കിൽ അച്ഛന് പറയാം ഇത് എന്നെ മാത്രം അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന സഭയുടെ അഭിപ്രായമാണ്, CSIക്കാരുടെ അഭിപ്രായമാണ് എന്ന് മാത്രം പറഞ്ഞാൽ എനിക്ക് ആർക്കും ഒരു വിരോധമില്ല. അച്ഛൻ്റെ സഭയുടെ വിശ്വാസം, അച്ഛൻ്റെ വിശ്വാസത്തോടെ പറയാം. യഹോവ തന്നെയാണ് യേശു. അച്ഛന് പറയാം. അച്ഛൻ പേര് പറയില്ല, സഭയുടെ പേര് പറയില്ല. ഏത് വീടിയിട്ടാലും പേര് പറയും, ഏത് സഭയെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് അത് പറയും. ഇതൊന്നും പറയില്ല. നല്ല വാചകങ്ങളും വാക്യങ്ങളും നല്ല നല്ല അവതരണമാണ്. ആ കാര്യത്തിൽ അച്ഛനെ സമ്മതിക്കുന്നു. ആര് ശ്രദ്ധിച്ചു? നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. ആരാ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടവരാണ്? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല. CSI അതിന് അധികാരമുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. അനുഗ്രഹിക്കട്ടെന്ന് പറയുമ്പോൾ അതൊരു അപേക്ഷയാണ് ദൈവത്തോട്. അപേക്ഷിക്കുന്നതിന് മുമ്പ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പല അർത്ഥത്തിലുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞ അർത്ഥത്തിൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്, കുഴപ്പമില്ല. കാരണം യേശു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പക്ഷെ അവരെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹമുള്ളൂ. യേശുവിനെ സ്വീകരിക്കാത്തവർക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടണം? അപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ആളുകളെ ഒന്ന് സന്തോഷിപ്പിക്കാം എന്നാണ് അച്ഛൻ്റെ ഉദ്ദേശം. യേശുവിനെ ക്രൂശിലേക്ക് കൊണ്ടുവന്നപ്പോൾ ചാട്ടവാറടി അതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഓരോ വഴിക്ക് അടിച്ചിട്ടുണ്ട്. രക്തം അവിടെ ഇവിടെയൊക്കെ വിടണ്ട്. പീലാത്തോസിൻ്റെ അരവരയിൽ ചാട്ടവാറം അടിച്ചപ്പോൾ ആ ചാട്ട കഴുകാൻ വേണ്ടിയിട്ട് വലിയ ഒരു വാർപ്പോ അതിനകത്ത് വെള്ളം കൊണ്ട് വെച്ച വലിയൊരു പാത്രം, അതിനകത്താണ് ഈ ചാട്ടവാറ് കഴുകണത്. ആ ചാട്ടവാറ് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ രക്തം കലർന്നും. ആ രക്തം നോക്കിയാൽ പീലാത്തോസ് പറയുന്നത്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ലെന്നു. അവനവിടെ കൈ കഴുകി, നീതിമാന്റെ രക്തത്തിൽ എനിക്കൊരു പങ്കുമില്ലെന്ന്. അവന് വെള്ളമെടുത്ത് കൈ കഴുകി. അവനറിയാം യേശു നിരപരാധിയാണെന്ന്. പക്ഷെ അവൻ വിട്ടുകൊടുക്കില്ല. അവൻ്റെ സ്ഥാനം പോകാൻ അവൻ നോക്കി. യൂതന്മാർ സമ്മതിക്കില്ല. ആ രക്തം എവിടെയെങ്കിലും അവർ ഒഴിച്ചു കളഞ്ഞിട്ടുണ്ടാവും. അവിടെ അത്ഭുതം നടന്നതായിട്ട് ഞങ്ങളാരും കേട്ടിട്ടില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടുമില്ല. ഓരെണ്ണ വഴിക്ക് അടിച്ച് പിടിച്ച് പല സ്ഥലത്ത് വീണു, അവൻ്റെ ശരീരത്തിൽ രക്തം പോയിട്ടുണ്ട്. അവിടെയൊന്നും അത്ഭുതം നടന്നതായിട്ട് ആരും പറഞ്ഞില്ല. പക്ഷെ കുന്തം കൊണ്ട് പടയാൾ കുത്തിയപ്പോഴും അവൻ ഒറ്റക്കടനായിരുന്നു. കണ്ണിലേക്ക് ഒരു അല്പം രക്തം വീണു, അവൻ്റെ കണ്ണു സുഖമായി. അത് നമുക്ക് മനസ്സിലാക്കാം. സത്യത്തിൽ അവന് പാപമോചനം കിട്ടിയതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പറയുക, ഇവൻ സത്യമായിട്ടും ദൈവപുത്രൻ. അല്ലാണ്ട് നിലത്ത് വിതറി അവിടെ പള്ളികളും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാനല്ല അച്ചു. അങ്ങനെ തെറ്റായ പഠിപ്പിക്കൽ. അച്ഛൻ പറയാം ഇത് എൻ്റെ സഭയുടെ വിശ്വാസമാണ്,
എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അവർ വിശ്വസിക്കാൻ കാര്യമില്ല. പാരമ്പര്യം പലതുണ്ട്. എല്ലാ പാരമ്പര്യവും സഭ വിശ്വസിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞാൽ ഇത് എൻ്റെ വിശ്വാസമാണ്, എൻ്റെ സഭയുടെ വിശ്വാസമാണ് പറയുന്നതെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ജനങ്ങൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല പെന്തക്കോസ്ത് മാസ്റ്റർമാർ ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛന്മാരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവനൊന്നും ശ്രദ്ധിക്കില്ല. അവനെ പെന്തക്കോസ്തുകാരുടെ പ്രസംഗം കേൾക്കാൻ പോകും, അവരുടെ പാട്ടും തപ്പും നാളൊക്കെ കേൾക്കാൻ പോകും. 2 ദിവസം മുമ്പ് അച്ഛൻ പ്രസംഗിച്ചു. ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം ഇതാണ്. അത് അച്ഛൻ പറഞ്ഞ ശരിയാണ്. അച്ഛൻ അവരുടെ വിശ്വാസം അങ്ങനെയാണ്. മൃതദേഹത്തിൻ്റെ തല മൂടുന്നതിന് കേത്താന ശീല ഉപയോഗിക്കും. കുർബാനയ്ക്ക് ഉപയോഗിച്ച ശോശാപ്പ ഉപയോഗിക്കും. യാക്കോബേസം അങ്ങനെ ചെയ്യാനുള്ള കുർബാനയ്ക്ക് ഉപയോഗിച്ച ആ ശോശാപ്പയിലൊക്കെ ചിലപ്പോൾ കർത്താവിൻ്റെ ശരീര രക്തങ്ങളുണ്ടാവും. അത് അച്ഛന്മാർ ഉപയോഗിക്കുന്ന കാര്യമാണ്. അതൊന്നും ഒരു അൽമായൻ്റെ പ്രതിശരീരത്തിൽ ഇടാൻ പാടില്ല. ആ പഴയതാകുമ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇല്ലെങ്കിൽ അത് കത്തിച്ച് കളഞ്ഞാൽ മതി, ഒരു കുഴപ്പമില്ല. മൃതശരീരത്തിൽ അത് ഇടാൻ പാടില്ല. കർത്താവിനെ പൊതിഞ്ഞ കേത്താന ശീലയും മൃതശരീരത്തിൽ ഇടാൻ പാടില്ല. അതും കത്തിച്ച് കളഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാൻ പാടില്ല. കർത്താവിനെ നമ്മൾ ബഹുമാനിക്കണം, അവനെ അപമാനിക്കരുത്. ഞങ്ങളുടെ വിശ്വാസം ഞാൻ പറഞ്ഞേട്ടോ. അച്ഛൻ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. അച്ഛൻ്റെ വിശ്വാസം അതങ്ങനെയായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ വിശ്വാസമാണ്, എൻ്റെ സഭയുടെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ മതി. എത്യോപ്യൻ സഭയുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എത്യോപ്യൻ സഭയുടെ വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞങ്ങളാരും കേട്ടിട്ടുമില്ല. തന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് അച്ഛൻ തറപ്പിച്ച് പറയുകയാണുള്ളത്. യേശുവിൻ്റെ രക്തം പാപമോചനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.